റൂട്ടോസ്റ്റയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മസ്ദയുടെ CX-8. .2 ലിറ്റർ എഞ്ചിൻ കപ്പാസിറ്റിയോടുകൂടിയ സ്കൈ ആക്റ്റീവ് ടെക്നോളജി ഉപയോഗപ്പെടുത്തിയ 4 സിലിണ്ടർ വാഹനമാണിത്. മസ്ദ CX-8 വ്യത്യസ്ത രണ്ട് മോഡലുകളിലാണ് വരുന്നത്. ഒന്ന് സ്പോർട്സ് മോഡലും ഒന്ന് അസാക്കി. ഇതിൻ്റെ മാക്സിമം പവർ 140 കിലോ വോൾട്ടും ടോർക്ക് 450 ന്യൂട്ടൺ മീറ്ററാണ്. മസ്ദ CX-8ലുള്ളത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ ഈ സ്പോർട്ടിലുള്ളത് 17 ഇഞ്ച് അലോയും ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ 19 ഇഞ്ച് അലോയ് വീലുമാണ് ഇതിലുള്ളത്. അതുപോലെ ഇതിന് റെയിൻ സെൻസർ ഓടിയ വൈപ്പർ സിസ്റ്റമാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വളരെ നല്ല സ്റ്റൈലിഷാണ്. ഇതിൻ്റെ LED ലാമ്പ് ഓട്ടോമാറ്റിക് ഓൺ ആൻഡ് ഫങ്ഷനോട് കൂടിയതാണ്. ഈ വാഹനത്തിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റും ഫോഗ് ലാമ്പും ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ റിയർ വ്യൂ മിറർ ഓട്ടോമാറ്റിക് ഡിമ്മിങ് ഫങ്ഷനോട് കൂടിയതാണ്. ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് യൂണിറ്റ് 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ്. അതുപോലെ തന്നെ ഈ സ്പോർട്ടിലുള്ളത് ഓഡിയോ സിസ്റ്റം ഇതിൻ്റെ മസ്ദയുടെ സിസ്റ്റം തന്നെയാണ്. 6 സ്പീക്കറോട് കൂടിയതാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലായ അസാക്കിയിൽ വരുന്നത് ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമാണ്. 9 സ്പീക്കേഴ്സ് പ്ലസ് 1 സബ് വൂഫർ ഉൾപ്പെടെ. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ റിവേഴ്സ് ക്യാമറയുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സും ഉണ്ട് ഇതിനകത്ത്. 7 ഇഞ്ച് മോണിറ്റർ ആയത് കാരണം നമുക്ക് വളരെ നല്ല രീതിയിൽ റിവേഴ്സ് എടുക്കാൻ സമയത്ത് കാണാൻ സാധിക്കും. 2 USB പോർട്ടും ഒരു ഓക്സിലറി ഇൻപുട്ടും ഒരു SD കാർഡ് സ്ലോട്ടും ഉണ്ട്. റിയർ സീറ്റിൽ 2 USB ചാർജിങ് പോർട്ട്സും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റായ അസാക്കിയിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റും സെക്കൻഡ് റോ സീറ്റും ഹീറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആക്റ്റീവ് ഡ്രൈവിംഗ് ഡിസ്പ്ലേ. അതായത് ഏത് സ്പീഡ് സോണിലാണ് നമ്മൾ പോകുന്നതെന്നും സാറ്റലൈറ്റ് നാവിഗേഷൻ്റെ ഡയറക്ഷനും എല്ലാം നമുക്ക് ഈ വിൻസ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടും. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സൈഡ് മിറേഴ്സാണ് ഇതിനകത്തുള്ളത്. ഒരു സൈഡ് ഇൻഡിക്കേറ്ററും ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മിററിൽ ഹീറ്റിംഗ് സിസ്റ്റവും ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് സിസ്റ്റമുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹൈ ബീം കൺട്രോൾ. എതിരെ വരുന്ന വാഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹൈ ബീമും ലോ ബീമും ഓട്ടോമാറ്റിക്കായിട്ട് ഫങ്ഷൻ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ കണ്ടീഷണർ 3 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് റിയർ കൺട്രോളും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് TSR. റോഡിലുള്ള സ്പീഡ് സൈനുകൾ റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ ഡാഷ്ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യും. ഇതിൻ്റെ മറ്റൊരു സേഫ്റ്റി ഫീച്ചറാണ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്. ഈ വാഹനത്തിൽ റഡാർ ക്രൂസ് കൺട്രോൾ ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ മുൻപിൽ പോകുന്ന വാഹനങ്ങളെ സെൻസ് ചെയ്ത് സ്ലോ ഡൗൺ ആവുകയും സ്പീഡപ്പ് ആവുകയും ചെയ്യും. അസാക്കി മോഡലുകളിൽ റിയർ ഡോറിൽ വിൻഡോ സൺഷെയ്ഡും ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെക്കൻഡ് റോയിലെ സീറ്റിൻ്റെ ലെഗ് റൂം വളരെയധികം സ്പേഷ്യസ് ആണ്. തേർഡ് റോയിലെ സീറ്റിൻ്റെ ലെഗ് റൂം സെക്കൻഡ് റോയെ അപേക്ഷിച്ച് അത്രയും സ്പേഷ്യസ് അല്ലെങ്കിലും മാനേജബിൾ ആണ്. CX-8 ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെ മൈലേജ് 5.7 ലിറ്റർ പെർ 100 കിലോമീറ്റേഴ്സും ഓൾ വീൽ ഡ്രൈവ് 6 ലിറ്റർ പെർ 100 കിലോമീറ്റേഴ്സുമാണ് കമ്പനി പറയുന്നത്. മസ്ദയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ CX-9നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ CX-8 കുറച്ച് വലിപ്പം കുറവാണ്. ഒരു ഡെയിലി യൂസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മസ്ദ CX-8ഉം ഒരു ലക്ഷറി ഫാമിലി SUV വാഹനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ CX-9ലേക്ക് പോകാവുന്നതാണ്. മെൽബണിൽ മസ്ദ CX-ൻ്റെ ബേസ് മോഡലായ സ്പോർട്ടിന് $45,000 ടോപ്പ് വേരിയൻ്റായ ഓൾ വീൽ ഡ്രൈവ് അസാക്കിക്ക് ഏകദേശം $62,000 ഓൺ റോഡ് പ്രൈസാണ്.